ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ലാസ്റ്റ് മരണം, പുനരുത്ഥാനം, അടക്കം ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കിയ വിധത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം. യോഹന്നാൻ 19-40 വാക്യം. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീലകൾ പൊതിഞ്ഞു കിട്ടി. ഇവിടെ യേശുവിനെ അടക്കുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പറയുന്നത് യേശുവിനെ യഹൂദന്മാർ മര്യാദ പ്രകാരം തന്നെ യേശുവിൻ്റെ സമ്പന്മാരോടുകൂടെ തന്നെയാണ് യേശുവിനെ അടക്കിയത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ ദരിദ്രന്മാരോട് കൂടിയായിരുന്നു. എന്നാൽ അവൻ്റെ മരണത്തിൽ അവൻ അടക്കം ചെയ്തപ്പോൾ അവൻ സമ്പന്മാരോട് കൂടിയായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വാക്യം ഇതാണ് പറയുന്നത്. അവർ യേശുവിൻ്റെ ശരീരം എടുത്തിട്ട് അതിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ ഇട്ട് സുഗന്ധവർഗ്ഗത്തോടുകൂടി സീലുകൾ പൊതിഞ്ഞു കെട്ടി അങ്ങനെ കർത്താവിനെ അടക്കി. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാമല്ലോ, ഈസിയാണല്ലോ. യോഹന്നാൻ 19-40 വാക്യം. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗ്ഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. യേശു മരിച്ചെന്നറിഞ്ഞപ്പോൾ യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായ അരിമത്തയിലെ യോസേപ്പ് എന്ന മഹാധനവാൻ മുമ്പോട്ട് വന്നു. അവൻ യഹൂദന്മാരെ പേടിച്ചിട്ടായിരുന്നു ഇന്നുവരെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നത്. എന്നാൽ യേശു മരിച്ചു എന്നറിഞ്ഞപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലായി യേശുവിന്, അരിമത്തയിലെ യോസേപ്പിന്. അപ്പോൾ അതറിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശരീരം അടുക്കുവാൻ വേണ്ടി പീലാത്തോസിനോട് അനുവാദം ചോദിക്കുവാനായിട്ട് അവൻ പീലാത്തോസിൻ്റെ അടുക്കലെത്തി. അപ്പോൾ പീലാത്തോസിന് സംശയമായി, അയ്യോ ഇത്ര പെട്ടെന്ന് യേശു മരിച്ചു എന്ന്. പക്ഷെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അതിനുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ യോസേപ്പ് വന്ന് യേശുവിൻ്റെ ശരീരമെടുത്തു. ആ സമയത്ത് തന്നെ മറ്റൊരു രഹസ്യ ശിഷ്യനുമുണ്ടായിരുന്നു. നമ്മൾ രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന നിക്കോദോമസ് എന്ന ഒരു പ്രമാണിയായിരുന്നു. അവനും പ്രമാണിയും പരീശനുമൊക്കെ ആയിരുന്നു. അപ്പോൾ അവന് മനസ്സിലായി കർത്താവ് ദൈവമാണെന്നുള്ളത്. അവൻ കർത്താവിൻ്റെ ശരീരം അതിൻ്റെ രീതിയിൽ അടക്കുവാൻ ഏകദേശം 100 റാത്തൽ മൂറും അകലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ യോസേപ്പും നിക്കോദോമസും വലിയ ധനവാന്മാരാണ്. അവർ രണ്ടുപേരും കൂടി അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം തന്നെ ഈ സുഗന്ധവർഗത്തോടു കൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അത് കഴിഞ്ഞതിന് ശേഷം യോസേപ്പിൻ്റെ കല്ലറയിൽ, യോസേപ്പ് പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം യേശുവിൻ്റെ കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലും ഉരുട്ടി വെച്ചു. സ്ത്രീകളെല്ലാം ഇത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്നാൽ ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം ആയപ്പോൾ മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കൊന്നും അവർക്ക് പേടിയാണ്. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് പേടിയായി. അവർ പീലാത്തോസിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു 3 നാൾ കഴിഞ്ഞിട്ട് യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ 3 ദിവസത്തിനകം യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് ജഡം മോഷ്ടിച്ച് കൊണ്ടുപോകും, എന്നിട്ട് പറയും അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയും. അതുകൊണ്ട് 3 ദിവസത്തേക്ക് കല്ലറ ഉറപ്പാക്കുവാനായിട്ട് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്തോ, ഞാൻ കാവൽക്കൂട്ടത്തെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാവൽക്കൂട്ടത്തെ കൊണ്ട് അവർ യേശുവിൻ്റെ കല്ലറ മുദ്ര വെച്ചു. കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. നമുക്ക് മനപ്പാഠവാക്യം ഒന്നും കൂടെ വായിക്കാം. യോഹന്നാൻ 19-40 വാക്യം. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. മാനുഷ്യഭയം നമ്മൾക്കുണ്ടാകുവാനായിട്ട് പാടില്ല. യോസേപ്പും നിക്കോദോമസും മനുഷ്യരെ ഭയപ്പെട്ടതുകൊണ്ട് ഒരു രഹസ്യ ശിഷ്യനായിട്ട് തന്നെ ജീവിക്കേണ്ടി വന്നു. രണ്ടാമതായിട്ട് മാനുഷ്യഭയം മാറിയപ്പോൾ യോസേപ്പ് യേശുവിൻ്റെ ശരീരം ചോദിക്കുവാൻ പീലാത്തോസിൻ്റെ അടുക്കൽ ചെല്ലുന്നു. മൂന്നാമതായിട്ട് കർത്താവിനായി ചെലവിടുന്ന നിക്കോദോമസിനെ നമുക്ക് കാണാം. 100 റാത്തൽ മൂറും അകിലുമാണ് കൊണ്ടുവന്നത്.
നാം ദൈവത്തിനായി കൊടുക്കുന്നവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാലാമതായിട്ട്, ദൈവം യോസേപ്പ് കർത്താവിനെ അടക്കിയത് തൻ്റെ പുതിയ കല്ലറയിലാണ്. യോസേപ്പ് ഏറ്റവും നല്ലത് കർത്താവിനായി ചിലവഴിക്കുന്ന യോസേപ്പിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാമും മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവിനെ സമ്പന്നന്മാരോടുകൂടി അടക്കുവാൻ കർത്താവെ അങ്ങേക്ക് പ്രസാദം തോന്നി, അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കർത്താവിനെക്കുറിച്ച് പഠിപ്പാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മക്കളായിട്ട്, കർത്താവിന് പ്രയോജനമുള്ള മക്കളായിട്ട്, കർത്താവെ നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവിന് കൊടുക്കുന്നവരായിട്ട്, ഭയമില്ലാത്തവരായിട്ട്, മനുഷ്യ ഭയമില്ലാത്തവരായിട്ട്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്ന ഐക്കണിൽ കൈ അമർത്തുമ്പോൾ ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷൻ കാണും. അവിടെയും കൈ അമർത്തിയാൽ ആൻറ്റി ഇടുന്ന സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.